ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഈ ബ്രഹ്മോസ് മിസൈലിന്റെ പ്രഹരശേഷി ലോകം കണ്ടതുമാണ്. അതുകൊണ്ട് റഷ്യയും ചൈനയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് സ്വന്തമാക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് മനസ്സിലാക്കാനോ ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് സ്വാഭാവികമാണ്. ഇപ്പം നമ്മൾ ബ്രഹ്മോസിന്റെ കപ്പൽ വേദ ക്രൂയിസ് മിസൈൽ പരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. ആൻഡമാൻ നിക്കോബാറിന് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇതിൻ്റെ പരീക്ഷണം നടത്താൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നോട്ടാം പ്രഖ്യാപിച്ചു. ഈ മാസം 27-ാം തീയതി വരെ 450 കിലോമീറ്റർ വിസ്തൃതിയിലാണ് നമ്മൾ നോട്ടാം പ്രഖ്യാപിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ബ്രഹ്മോസിൻ്റെ കപ്പൽ വേദ ക്രൂയിസ് മിസൈൽ ആയിരിക്കാമെന്ന് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഊഹിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 3 ചൈനീസ് ചാരക്കപ്പലുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. അതായത് ചൈനീസ് ചാരക്കപ്പലുകളുടെ ഒരു വ്യൂഹം ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നത് യാദൃച്ഛികമായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മാത്രമല്ല സമുദ്രോപരിതലത്തിലൂടെ വളരെ കൃത്യമായ തരത്തിൽ നമ്മൾ ഈ മിസൈലുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ പരീക്ഷണം എന്ന് പറയുന്നത് ശത്രുക്കൾക്ക് യാതൊരു മുന്നറിയിപ്പും നൽകാതെ ഈ നവീകരിച്ച മിസൈല് ആ ടാർഗറ്റിനെ കൃത്യമായിട്ട് തകർത്ത് കളയും.